ഹായ് ദൃശ്യം 3യുടെ കളക്ഷൻ കണ്ട് നമ്മുടെ സിനിമാ കാഴ്ചക്കാരൻ നവാസോ ഷിയാസോ എന്തോ ആണ് അവൻ്റെ പേര്, അവൻ്റെ നിലവിളി ശബ്ദം എവിടെ നിന്നോ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്തതായി ചെയ്യാം. ഇപ്പോൾ ദൃശ്യം 3യുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അത് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. ദൃശ്യം 3 ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തത് 117 കോടി 17 ലക്ഷം രൂപയാണ്. സാക് മിൽക്ക് അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയുടെ 4ാമത്തെ ദിവസത്തെ കളക്ഷൻ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ പ്രതീക്ഷിച്ച കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. അതായത് 4 ദിവസം കൊണ്ട് സിനിമ 150 കോടിയിൽ എത്തും എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ആ കളക്ഷനിലേക്ക് സിനിമ എത്തിയില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ കുറവ് തന്നെയാണ്. അതായത് ദൃശ്യം 3യുടെ വിദേശ കളക്ഷൻ ഇടിഞ്ഞു എന്നുള്ളതല്ല, എല്ലാ സിനിമകളുടെയും ഞായറാഴ്ചയിലെ വിദേശ കളക്ഷൻ കുറവ് തന്നെയായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാതെ പോയി എന്നുള്ളതാണ്. അതായത് ശനിയാഴ്ച വരുന്ന ആ വലിയ കളക്ഷൻ ഒരിക്കലും ഞായറാഴ്ച വിദേശത്ത് നിന്നും സിനിമകൾക്ക് കിട്ടാറില്ല. അത് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 150 കോടിയിൽ എത്തും എന്ന് പറഞ്ഞത്. ഇപ്പോൾ സാക് മിൽക്കിന്റെ കണക്ക് പ്രകാരം 4 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 141 കോടി 34 ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത്. അതായത് ഇന്നലെ 24 കോടിക്ക് മുകളിലാണ് സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തത് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും 24 കോടിക്ക് മുകളിൽ എന്നുള്ളത് വലിയൊരു കളക്ഷൻ തന്നെയാണ്. പക്ഷേ ദൃശ്യം 3 ആദ്യ 3 ദിവസങ്ങളിൽ നേടിയെടുത്തത് 34 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷനാണ്. അവിടെ 24 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ അത് കുറച്ച് കുറവ് തന്നെയാണ്. ദൃശ്യം 3യെ സംബന്ധിച്ച് മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് ദൃശ്യം 3 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച ദിവസം തീർച്ചയായും കളക്ഷനിൽ കാര്യമായിട്ടുള്ള ഇടിവുണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഗംഭീര പ്രീസെയിൽ കളക്ഷൻ ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. 4 കോടിക്കടുത്തുള്ള പ്രീസെയിൽ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും കേരളത്തിൽ നിന്ന് 6 കോടിയോളം രൂപ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഗംഭീര കളക്ഷനായിരുന്നു. അതായത് വെള്ളി ശനി ദിവസത്തേക്കാളും വലിയ കളക്ഷനാണ് ഞായറാഴ്ച കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ദൃശ്യം 3 നേടിയെടുത്തത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ കുറച്ച് കളക്ഷൻ താഴേക്ക് പോയി എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നും നാളെയും കുറച്ചുകൂടി കളക്ഷൻ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബുധനാഴ്ച മുതൽ വിദേശ രാജ്യങ്ങളിൽ കത്തിക്കയറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അവധി ദിവസങ്ങൾ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. എന്തായാലും വീക്കെൻഡിൽ 141 കോടി 34 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തത് എന്ന് സാക് മിൽക്ക് പറയുന്നു. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ, പല സ്ഥലത്തെയും കണക്കുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. ഇതുവരെ 4 ദിവസം കൊണ്ട് 141 കോടി 34 ലക്ഷം രൂപ. ഇത് ഒരു റെക്കോർഡാണ്. വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന മലയാളത്തിലെ 2ാമത്തെ സിനിമയായിട്ട് ദൃശ്യം 3 മാറിയിരിക്കുന്നു. എമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രമാണ് 1ാം സ്ഥാനത്ത്. എമ്പുരാന്റെ കളക്ഷൻ 175 കോടി 60 ലക്ഷമാണ് ആദ്യ 4 ദിവസം കൊണ്ട്. ഇവിടെ 141 കോടി 34 ലക്ഷം രൂപ. ഇനിയുള്ള ദിവസങ്ങളിലും സിനിമയുടെ കളക്ഷൻ മുന്നോട്ട് തന്നെയാണ്. ഇനിയും ഒരുപാട് ദിവസങ്ങൾ സിനിമയ്ക്കായി ബാക്കിയുണ്ട്. അതായത് വലിയ കളക്ഷൻ നേടുന്ന ദിവസങ്ങൾ ബാക്കിയുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്താവും എന്നറിയാനായിട്ട്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.